ചിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാമ്മ കരഞ്ഞുകൊണ്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എടാ വിക്രം, നീ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു അല്ലേ? ആ വേദയുടെ ചേട്ടൻ എന്തെല്ലാമാണ് പറഞ്ഞിട്ട് പോയത്? നീ ഇവിടെ നിന്നും ദിവസവും രാത്രി വേദയെ കാണാനായി അവളുടെ വീട്ടിൽ പോകുന്നുണ്ട് അല്ലേടാ? നാണമുണ്ടോടാ നിനക്ക്? അവളെ ഇഷ്ടമല്ലെന്നും പറഞ്ഞ് നീ തന്നെയല്ലേടാ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയത്? ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ? ഇപ്പോഴും നിന്റെ മനസ്സിൽ അപ്പോൾ അവളാണോടാ? നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അതിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നീ അവളെ കാണാൻ പോകരുത്. ഈ അമ്മയ്ക്ക് നീ ഒരു വാക്ക് തന്നിട്ടുണ്ട്. രാധയുമായുള്ള വിവാഹം, നിന്റെ വിവാഹം നല്ല ഭംഗിയായി നടക്കണം. ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. ഇനി നീ അവിടെ പോകരുത്. പോവോ എന്ന് ചോദിക്കുന്നുണ്ട് കമലാമ്മ. കമലാമ്മ സങ്കടം വന്ന് കരയുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിക്രമിന് ഇതൊന്നും കേട്ടിട്ട് ഒരു കൂസലുമില്ല. വിക്രം ഒന്നും മിണ്ടാതെ, ഇതിനൊന്നും ഒരു മറുപടി പറയാതെ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറിപ്പിച്ച് പോകുന്നുണ്ട്. റൂമിലെത്തിയതും വിക്രം തലങ്ങും വിലങ്ങും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഫോൺ എടുക്കുന്നുണ്ട്, വീണ്ടും ഫോൺ അവിടെ തന്നെ വെക്കും. പിന്നീട് വീണ്ടും ഫോൺ എടുക്കും. വിക്രമിനെ വേദയ്ക്ക് വിളിക്കണം, പക്ഷേ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. ഒന്നുകൂടി ചിന്തിച്ച് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വേദയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇതേസമയം വേദയാണെങ്കിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി റൂമിലിങ്ങനെ താഴെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഫോൺ അടിക്കുന്നത് കേട്ട് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. വിക്രമിൻ്റെ കോള് കണ്ടതും വേദ അങ്ങ് പൊട്ടിക്കരയാണ്. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അവൾക്ക്. പെട്ടെന്ന് കണ്ണ് തുടച്ച് ഹലോ എന്ന് ചോദിക്കുന്നുണ്ട്. വേദയുടെ ഹലോ എന്നുള്ള സൗണ്ട് കേട്ടതും അപ്പുറത്തു നിന്നും വിക്രമിനും കരച്ചിൽ വരുന്നുണ്ട്. വിക്രമും സങ്കടം ഒതുക്കി പിടിച്ച് നിൽക്കുകയാണ്. എന്നാൽ വിക്രം ഒന്നും മിണ്ടുന്നില്ല. വേദ ചോദിക്കുന്നുണ്ട്, എന്താ വിളിച്ചത്? വിളിച്ചിട്ട് മിണ്ടാതെ നിൽക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വിക്രം സോറി എന്ന് പറയുന്നു. ഉടനെ തന്നെ വേദ പറയുന്നുണ്ട്, നീ ഈ ജന്മം മുഴുവനും എന്നോട് സോറി പറഞ്ഞാലും അതൊന്നും മതിയാവത്തില്ലടാ. എന്തിനാടാ നീ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? ഇത്രയൊക്കെ കുത്തി നോവിച്ചിട്ടും നിനക്ക് മതിയായില്ലേ? ഇനിയും എന്നെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടാണോ നീ വിളിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഉടനെ വിക്രമിന് സങ്കടം വരുന്നുണ്ട്. സങ്കടം സഹിക്കാൻ പറ്റാതെ വിക്രം കരയുന്നുണ്ട്. സങ്കടത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്, ഇല്ല വേദ, ശക്തിയുടെ കാര്യം എന്നിങ്ങനെ പറയുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ശക്തിയുടെ എന്ത് കാര്യമാണ് നിനക്ക് എന്നോട് പറയാനുള്ളത്? ശക്തിയും നീയും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുന്നു. അതുകേട്ട് വിക്രം പറയുന്നുണ്ട്, ശക്തി എന്നോട് ഒരു കാര്യം പറഞ്ഞു, നിന്നോട് സംസാരിക്കാൻ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ വിക്രം വിക്കി കൊണ്ട് പറയുന്നുണ്ട്, അത് വേദേ, ശക്തിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്, അവന് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്, അവന് നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. ഫോണ് മാറ്റി വെച്ച് വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, അതിന് നീ എന്തിനാ എന്നെ കോൾ ചെയ്യുന്നത്? ഞാനും നീയും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുന്ന സമയത്ത് വിക്രം കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വേദേ, ശക്തി നല്ല പയ്യനല്ലേ, നല്ല ജോലി, അവൻ US-ലാണ്, നല്ല സ്നേഹമുള്ള പയ്യനാ, അവനെ എന്തായാലും നിനക്ക് യോജിച്ച പയ്യനാ, നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്തായാലും നീ ഈ വിവാഹത്തിന് സമ്മതിക്കേ എന്ന് പറയുന്നുണ്ട് വിക്രം. ഇത് കേട്ട് വേദ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, എന്ത് സ്വഭാവമാടാ നിൻ്റേത്? ഞാൻ നിൻ്റെ ഭാര്യയല്ലേ? നീ എൻ്റെ ഭർത്താവും, എന്നിട്ടാണോടാ മറ്റൊരാളെ സ്നേഹിക്കാൻ വേണ്ടി പറയുന്നത്? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്നാണോ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അതെ, നീ സമ്മതിക്കണം. നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വേദയുടെ കയ്യിൽ നിന്നും ഫോണ് താഴെ വീഴുന്നുണ്ട്. വേദ അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്.